ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ആണ്ടാണ്, ഇന്നല്ല അതിൻ്റെ തലേദിവസമാണ് ഞാൻ കാണിക്കണത് കേട്ടോ. തലേദിവസം തുടങ്ങി പിറ്റേ ദിവസം ഫുള്ളായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ തലേദിവസം വൈകുന്നേരം ഞാൻ ശ്രീകുട്ടനും കൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് പോയപ്പോൾ ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാ. ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും നിന്നില്ല. കഴിഞ്ഞ കൊല്ലേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് അടുക്കളയിൽ മാത്രമേ ഇരിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വർഷം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീകുട്ടൻ ഞാനും വന്ന്, ശ്രീകുട്ടൻ അവിടെ കിടക്കണ്. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ചപ്പാത്തി വാങ്ങിച്ചു കൊണ്ടല്ലോ, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് സ്റ്റൂ അല്ലേ വേണ്ടോ, പിന്നെ വീട്ടിൽ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടി എടുത്തു കൊണ്ടുവന്നു. രാവിലെ ഉണ്ടാക്കിയത് കഴിയില്ലല്ലോ എന്തായാലും, പിന്നെ അത് കളയാനൊന്നും പറ്റില്ലല്ലോ. സാമ്പാർ കൊണ്ട് ചെന്നപ്പോൾ പിന്നെ എല്ലാവർക്കും അത് കഴിക്കണമുണ്ടായിരുന്നു. അപ്പോൾ അത് സന്തോഷം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേച്ചി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മലിക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ. അപ്പോൾ ഞാൻ 4 പച്ചമുളക് കീറിയിടുന്ന ഒരു പടി മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി, അങ്ങനെ എന്തൊക്കെ ചെറിയ ചെറിയ പണികൾ മാത്രം, അല്ലാണ്ട് കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുളിക്കാനൊന്നും ഒന്നുമില്ല, നേരെ അങ്ങോട്ട് പോയി. വൈകുന്നേരം എനിക്ക് കിടക്കാൻ നേരത്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെയും 2 പ്രാവശ്യം കുളിക്കണ്ടേ, ഈ മഴയല്ലേ. എനിക്ക് വെച്ചാൽ കിടക്കണേ തൊട്ട് മുന്നിൽ കുളിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എനിക്ക് പൊട്ട സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പിന്നെ അതിനിടയ്ക്ക് ഓരോ വിശേഷങ്ങളും ഒക്കെ പറയാണ് കേട്ടോ. ജോലി സ്ഥലത്തെ ആയാലും വീട്ടിലത്തെ ആയാലും ഒക്കെ കാര്യങ്ങൾ. ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കണതെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അങ്ങനെ കാണാറും സംസാരിക്കാറും ഒന്നുമില്ല. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല് കേട്ടോ. സമയമില്ല, അതാണ്. ചേട്ടൻ വന്നപ്പോൾ അത് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നന്ദനയ്ക്ക് കൊടുത്തതാണ് കേട്ടോ. നന്ദന വലിയ മൈൻഡൊന്നും ചെയ്തില്ല, എന്ന് വെച്ചാൽ അവർ കളിക്കണതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ നേരെ ചേട്ടൻ്റെ കുട്ടിക്ക് കൊണ്ടു കൊടുത്തു. അവൾ വലുതായാലും ചേട്ടൻ എപ്പോഴും ഉണ്ണി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുകൊടുത്തു. ചേട്ടന് അവർ മാത്രമല്ല കേട്ടോ, ശ്രീകുട്ടൻ ആയത്തിനൊക്കെ എപ്പോഴും ഉണ്ണിയാണ്. ഇങ്ങനെ കളിപ്പിക്കും ചേട്ടൻ. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടി സംസാരിക്കുന്നത് വെച്ചാൽ അവരുടെ ഷോപ്പിലത്തെ കാര്യങ്ങൾ. രണ്ടാളെ ഏകദേശം ഒരേ ജോലിയല്ലേ ചെയ്യണത്. അത് കാരണമെന്ന് തോന്നുന്നുണ്ട്. ആ കൊണ്ടുവന്ന ബിസ്ക്കറ്റിൻ്റെ കമ്പനിയും അതിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെയൊക്കെയാണ് കടകൾ പറയുന്നത്. അതിൽ നമ്മൾ ബാധകമല്ല. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ആ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വിസിലടിച്ചു. ഞാൻ കാണിക്കാറുള്ള ആ എളുപ്പത്തിലുള്ള സ്റ്റോറില്ലേ, അതാണിത്. ക്യാരറ്റ്, തക്കാളി, ഒരു സവോള 1-2 ഉരുളക്കിഴങ്ങ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ഒറ്റയടി അടിക്കുക. പിന്നെ ഇത്തിരി നാളികേരം അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ പാല് പിഴിഞ്ഞ് ചേർക്കുക. അവസാനം ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടുക കേട്ടോ. മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ ഇടാൻ നല്ല കളർ ഉണ്ടാവണമെങ്കിൽ, ഞങ്ങൾ ഇട്ടിട്ടില്ല. അങ്ങനെ അപ്പോൾ അതവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് തിരിച്ചൊക്കെ വിശന്ന് തുടങ്ങിയതുകൊണ്ട് ഫുഡ് ഇപ്പോൾ കഴിക്കണ്ടേ എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലാണ്. പിന്നെ ലാസ്റ്റ് ഒക്കെ മേശയമ്മ കൊണ്ടുവച്ചു. അപ്പോൾ എല്ലാവരും അവരാവശ്യമുള്ളത് എടുത്തിട്ട് പോകുക എന്നുള്ളൊരു കണ്ടീഷനിലെത്തി. എന്നുവെച്ചാൽ മേശയമ്മ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ആ ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലായിടത്തും താഴത്തേക്കാക്കി. പിന്നെ നമ്മുടെ ആദിത്യം വന്നിട്ടില്ല കേട്ടോ. ആദിത്യം 10 മണിയാവും വരുമ്പോൾ. പിന്നെ അപ്പോഴേക്കും എല്ലാവർക്കും വിശക്കില്ല. അപ്പോൾ ചേട്ടൻ ആദിത്യനെ കൊണ്ടുവരാൻ പോയി. അപ്പം ഞങ്ങൾ എല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നാലെ ഞാനും ചേച്ചിയും എല്ലാവരും കഴിച്ചു കേട്ടോ. എന്നുവെച്ചാൽ ഇനി ഓരോരുത്തർ കഴിച്ച് ആ പാത്രം കഴുകാനും അങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. ആദ്യത്തിന് വരുമ്പോൾ ആദ്യത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ഞങ്ങളെടുത്ത് കഴിച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വലിയ പണികളും ഒരുക്കി വയ്ക്കാനും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒക്കെ ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിയും പുറത്തുനിന്ന് വാങ്ങിക്കുക തന്നെയാണ്. പിന്നെ ഇവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ആദിത്യം വന്നിട്ടുള്ളൂ. ആദിത്യം വന്നത് വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ചേട്ടനാദിത്യനും വന്നിട്ട് പിന്നെ അവരുടെ വിശേഷം പറയലൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് വേഗം വന്ന ആദിത്യൻ വന്ന് ഫുഡ് കഴിച്ചു. ആദിത്യനും കൂടി ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞാനും ചേട്ടനും കൂടി ഇങ്ങോട്ട് പോന്നു കേട്ടോ. ആദിത്യനും ശ്രീകുട്ടനും പിന്നെയും അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് എപ്പോഴോ ആണ് വന്നത്. ഞാനും ചേട്ടനും വന്ന് വേഗം കിടന്നു. പിന്നെ പിറ്റേ ദിവസം ജോലിക്കൊന്നും പോകണ്ട. എന്നാലും പിന്നെ രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ ബലിയിടാൻ പോവുകയാണ്. മഴ പെയ്യുന്നുണ്ട്. ഞാനപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായില്ല. ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ പോയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വലിയ പണിയില്ലല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ചെന്നപ്പോഴേക്കും. ചേച്ചി കടല അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുട്ടുണ്ടാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുവിധമൊക്കെ ആയി. അപ്പോൾ നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിച്ചത്. അതാകുമ്പോൾ പിന്നെ എളുപ്പമാണല്ലോ.
പിന്നെ കടല പിന്നെ നാളികേരം വറുത്തരയ്ക്കാനൊന്നും നിന്നില്ല. ഉള്ളിമുളക് വേവിച്ചിട്ട് പിന്നെ ഉള്ളിമുളകൊക്കെ ഉള്ളിയും സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് പിന്നെ കുറച്ച് കടല അരച്ച് ചേർക്കുകയാണ് ചെയ്തോളൂ കേട്ടോ. പിന്നെ വേറെ വറുത്തരയ്ക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അത് ചേട്ടൻ്റെ ഒരു മോൾ അടിച്ചു തരുന്നു, ഒരാൾ തുടയ്ക്കണ്, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് കണ്ട് പിന്നെ പുട്ട് പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കുറച്ചധികം നേരം. അതിനിടയ്ക്ക് ചായയും കൂടിയും വെച്ചു. അവർ വരാറാകുമ്പോഴേക്കും ചായ വെക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചായയും വെച്ചു. എനിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടിയെങ്കിൽ വലിയ വിഷമമെന്ന് അറിയാലോ കൂട്ടുകാർക്ക്. ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ നമുക്ക് ഉച്ച വരെ വേണമെങ്കിൽ വെറുതെ നിൽക്കാം കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു ഗ്ലാസ് ചായ കിട്ടണം. അങ്ങനെ ചായ, പക്ഷെ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ കൂടുതൽ ആൾക്കാർക്ക് ചായ വയ്ക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവാറില്ല. പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. മധുരം എനിക്ക് ഇത്തിരി കുറവായിട്ട് തോന്നി. എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഇട്ടിട്ടൊക്കെ കുടിച്ചു. ആദ്യത്തെ എഴുന്നേറ്റ് വന്നിട്ടില്ല. ശ്രീകുട്ടനും കുറച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. ആദ്യത്തെ എന്നും രാവിലെ ജോലിക്ക് പോകണതല്ലേ, അപ്പോൾ കുറച്ച് നേരം അത് കിടന്നോട്ടെ, ഇന്ന് ലീവ് എടുത്തേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. അവന് സൺഡേയിലും ലീവ് ഇല്ല കേട്ടോ. അത് കാരണം കൊണ്ട് പിന്നെ അതിന് ശ്രീകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ കുറേ എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വ്ളോഗിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. കുറേ കാര്യങ്ങൾ ഓരോ മിക്കവർക്കും ഞാനത് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ശ്രീരാഘവ് എന്താവും ശ്രീരാഗേ നനഞ്ഞ് കുളിച്ചിട്ടൊക്കെ ചെയ്ത് അപ്പോൾ പിള്ളേരുടെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞു തന്നെ. അപ്പം മിക്ക കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് അടുത്ത വീഡിയോ ഒരു വീഡിയോ അതായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കൂട്ടുകാർക്ക്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇന്ന് വർത്താനം പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കലൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണ പരിപാടി മാത്രമുള്ള. അപ്പോൾ ചേട്ടൻ വന്നിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു. ചേട്ടന് പ്രഷർ ഉണ്ടെങ്കിലും അത് സമ്മതിക്കാൻ മടിയാട്ടാ. എന്നാലും പപ്പടമൊക്കെ കഴിക്കും നന്നായിട്ട്. പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. രാവിലെ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആദിത്യം വന്നു. ആദിത്യന് ശ്രീകുട്ടന് പിന്നെ ട്യൂഷൻ എടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ശ്രീകുട്ടൻ ട്യൂഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അത് കഴിഞ്ഞ് അവൻ വന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അവിടെ വർത്താനം പറയലും കളിക്കലും ചിരിക്കലും ഒക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലേ എല്ലാവർക്കും വർത്താനം പറയാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും തിരക്കല്ലേ. രാവിലെ തന്നെ അച്ചമ്മയും മോനും അവിടെ സെൽഫി എടുക്കണ തിരക്കിലാണ്. അവിടെ ഇല്ലല്ലോ അവിടെ കൂടി ചെയ്യും. അവിടെ നികുതി അടയ്ക്കേണ്ട കാര്യങ്ങളായിരുന്നു കേട്ടോ ചർച്ച. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഉമ്മർത്ത് വന്നിരുന്നു. നമ്മുടെ നാത്തൻ്റെ കുട്ടിയെ തലമുടി കെട്ടി കൊടുക്കലാണ് ഇവിടെ ചേട്ടൻ്റെ മോള്. അപ്പോൾ എങ്ങനെ കെട്ടിയിട്ട് ശരിയാവില്ല. ലാസ്റ്റ് പിടിച്ചും കാട്ട് 2 കൊമ്പ് കെട്ടിയപ്പോൾ അത് തന്നെയാണ് ശരിയായത്. മുടി വെട്ടിയ കാരണം കൊണ്ട് നീളം കുറച്ച് നല്ല മുടിയാണ് കേട്ടോ. സ്ട്രൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആ മുടി കെട്ടൊന്നും വേണ്ട, അധികം മെഴുക്കില്ലാണ്ട് ഇങ്ങനെ പറത്തിയിടാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിടക്കും. പിന്നെ അത് എല്ലാവരും കൂടി വന്നിരുന്ന് കളിക്കാനാണ് ഇവിടെ ഓരോരുത്തർ വന്ന് ഇരിക്കുന്നത്. നന്ദനേരെ കളിയാണ് ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കളിക്കുന്നത് കേട്ടോ. അവരുടെ ചെറുപ്പത്തിലത്തെ ഓർമ്മകൾ അങ്ങനെ അത് നോക്കി നിൽക്കലാണ്. അതിനിടയ്ക്ക് നന്ദന പറയണ പോലെ തന്നെയല്ലേ ഇവർ കളിക്കുന്നത്. ഇവർക്ക് ആ കളി മറന്നിട്ടോ അതോ ഇവർക്ക് കളി അറിയാണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഞങ്ങളുടെ കളി, നൂറാങ്കോലും കല്ലുകളി അതൊക്കെ ഓർമ്മയില്ലേ കൂട്ടുകാർക്ക് കളിക്കാറുണ്ടോ? ഇപ്പോൾ ആരെങ്കിലും വഴി സെറ്റാക്കണമെങ്കിൽ മണ്ണടിക്കണം കടാതെ. വാടി നന്ദനെ വേണ്ട് കണ്ട അങ്ങനെ ബിരിയാണി
അച്ചാറ് വേണോ? പ്ലെയിൻ തന്നെയാന്ന് തോന്നുന്നു. അത് മറ്റു ലൈറ്റ് ഇടാറുന്നില്ലേടി. ഫോട്ടോ എടുക്കട്ടെ. എല്ലാവരും വിളമ്പിക്കോ. അവൾക്ക് വേഗം ഒരു പ്ലേറ്റ് ഇട്ടിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ചേട്ടൻ്റെ മോൾക്ക് പോവാറായിട്ട് അവൾക്ക് ലീവ് കിട്ടിയിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കയറേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം ഫുഡ് 12 മണി കൊണ്ടായി. അപ്പോൾ 12:30 ബസ്സിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വേഗം അവൾക്ക് ആദ്യം ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. അവൾക്ക് ആദ്യം കൊടുത്തു എന്നുള്ളൂ. പിന്നെ എല്ലാവരും കുറച്ച് വിളമ്പി ഇരുന്നു. പിന്നെ ശ്രീകുട്ടനായത്തിനും ഞങ്ങൾ എന്താ പറയുക ബൊഫേ എന്നല്ലേ പറയുക, ബൊഫേ മോഡലായിരുന്നു വെച്ചാൽ മറ്റേ പ്ലേറ്റ് ഉണ്ടല്ലോ, കടലാസിൻ്റെ പ്ലേറ്റ്, അത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ എല്ലാവരും വിളമ്പി കഴിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് പ്ലേറ്റും കഴുകണ്ടല്ലോ. അത് കാരണം മൊത്തത്തിൽ ഇന്നത്തെ ഒരു ഡേ അത്ര വലിയ ജോലികൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ വൈകുന്നേരം വരെ അടുക്കളയിലിരിക്കേണ്ട അത്രയ്ക്കും പാത്രം കഴുകലും ഉണ്ടാക്കുമ്പോൾ പിന്നെ പാത്രം കഴുകാനും ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ പണി ഉണ്ടായേനെ. അപ്പോൾ ഇന്ന് നമുക്ക് അത്ര പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ കുറേ നാളുകൂടി ഇങ്ങനൊരു വിശേഷത്തിന് ഇത്ര ഈസി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. പിന്നെ ചേട്ടന് വിളമ്പിട്ടില്ല, പിള്ളേർക്കൊക്കെ വിളമ്പി കൊടുത്ത് ഞാൻ പിന്നാലെ വരുന്നുള്ളൂ. പിന്നെ ചേട്ടനും കൊടുത്തു. പിന്നെ ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ നാത്തൂനും അളിയനും ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും താഴ്ത്തിരുന്നു. കുറച്ച് കഴിയുമ്പോഴൊക്കെ താഴ്ത്തിരിക്കാൻ പറ്റാണ്ടാവൂലേ. ഞങ്ങളുടെ ഓഫീസിലുണ്ടല്ലോ ഓണാഘോഷ പരിപാടി ഒരു വർഷം നടത്തിയപ്പോൾ അന്ന് മേശയും കസേരയൊന്നും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും താഴത്ത് നിരന്നിരുന്നാണ് ഫുഡ് കഴിച്ചിരുന്നത്. പക്ഷെ ചിലവർക്കൊന്നും ഓണാഘോഷത്തിന് ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പറ്റാണ്ട് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടിയൊക്കെ ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പിന്നത്തെ കൊല്ലം തുടങ്ങി എല്ലാ കൊല്ലം മേശയും കസേരയും എന്തായാലും വാടകയ്ക്ക് കൊടുക്കൂട്ടോ, അങ്ങനെയായി. അപ്പോൾ അതേപോലെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് താഴ്ത്തിരുന്ന് എനിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ. പിന്നെ തടി ഉണ്ടെങ്കിലും നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഞാനും ചേച്ചിയും അമ്മയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു. ശ്രീകുട്ടൻ ചേച്ചീനെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ വണ്ടി അവിടെ താന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ശക്തിമാനായിട്ട് വരുന്നുണ്ട്. ആൾക്കാരില്ല, അച്ഛൻ്റെ ഭാര്യ വരുന്നോ. പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി നിന്നിട്ട് എന്നെ അവിടെ ഇട്ടിട്ട് പോയി ചേട്ടോ പ്രാവശ്യം. എന്തെന്നാ പറയാ, ഞാൻ വിചാരിച്ചേ ഇത് തിരിക്കാൻ പോണതാവൂന്ന് വിചാരിച്ചു. കൊറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഫോൺ എൻ്റെ കയ്യിലുണ്ടായത്. ഭാഗ്യം എന്നിട്ട് വിളിച്ചു. ചേട്ടൻ്റെ പണ്ടത്തെ കഥയാണ് പറഞ്ഞത് കേട്ടോ. വീട്ടിൽ വന്ന് ഞാൻ മാറാല അടിക്കാന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു മാറാല എന്നാൽ ഞാൻ അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കുറേ അലക്കാനും പാത്രങ്ങൾ കഴുകാനും അതുപോലെ തന്നെ തുണികൾ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം മുടക്ക് കിട്ടിയതല്ലേ, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ലേ. അപ്പം ഞാൻ അലക്കാൻ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു, അത് ഇട്ടു. പിന്നെ കല്ലും അലക്കാനുണ്ടായിരുന്നു, അതവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ തുണികൾ മടക്കിങ്ങാട്ട് കൊണ്ടുവയ്ക്കാനായിട്ടൊന്ന്. അലമാരി ആകെ അലങ്കോലാണ് കേട്ടോ. ഇനി അലമാരി ഒന്ന് ഒതുക്കണം, അതൊരു പണിയാണ്. അലമാരി ഒതുക്കുക എന്ന് പറയുന്നത്. കുറേ തുണികളൊക്കെ ശരിക്കും പറഞ്ഞാൽ കളയാനുണ്ട്. അതൊക്കെ കളഞ്ഞാൽ തന്നെ അലമാരി കുറേയൊക്കെ ക്ലിയർ ആവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാനായിട്ട് നേരെ വീണ്ടും അങ്ങോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് നാത്തൂൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി തോന്നുന്നു ഏകദേശം. യോ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അത്യാവശ്യം വഴിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാധാരണ നടക്കാൻ ഒരു 15 മിനിറ്റൊക്കെ നടക്കാനുണ്ട്. ഓടുകയാണെങ്കിൽ ഒരു 8 മിനിറ്റ്. ഞാൻ രാവിലെ 8 മിനിറ്റ് കൊണ്ട് വൈകുന്നേരം 15 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ആ വഴി നടക്കാറ്. പിന്നെ വണ്ടിയുള്ള ദിവസം കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടന് ട്യൂഷൻ എടുക്കാൻ പോകാൻ സമയമായി. അപ്പോൾ അവനെയും കൊണ്ടാക്കുകയാണ്. അപ്പോൾ അത് നാത്തും കുട മറന്നു കേട്ടോ, അത് കൊടുത്ത് വിട്ടതാണ്. അത് കഴിഞ്ഞ് ഞാനും ചേട്ടനും പിന്നെ ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ വിശേഷം ഞാനൊരു മിനി വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ വീണ്ടും അതിനിടയ്ക്ക് ചപ്പാത്തിയും ചിക്കനൊക്കെ എടുത്ത് കഴിക്കലൊക്കെ കഴിഞ്ഞു, സന്ധ്യയായപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. വീണ്ടും വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് എഡിറ്റിംഗ് ഉള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പോന്നു. എഡിറ്റിങ്ങിന് അത്യാവശ്യം സമയം വേണ്ടേ. ശ്രീകുട്ടനായത്തിന് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെയും വന്നത്. അപ്പോൾ ഓക്കെ ബൈ.